ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത് ഒരുപാട് വീടുകളിലെ മതിലും കെട്ടിടങ്ങളും വീടും എല്ലാം ഈ കണ്ണൂരിൻ്റെ പ്രത്യേകതയായിരിക്കും തോന്നുന്നു. ഇപ്പം വെട്ടുകല്ല് തന്നെ. മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അമ്മക്കളെ വീണ്ടും വന്നിരിക്കുകയാണ് തീറ്റ കൊടുക്കാൻ. വാ 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 വാ. എന്ത് ഭംഗിയുള്ള അവസരം കാണാൻ, അടിപൊളിയല്ല. അമ്മ വന്നാ അമ്മയും ജ്യോതി രച്ചനും ജ്യോതിയും കൂടി ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. ബാബോ അയ്യോ അടിക്കോ അമ്മമ്മേ? ഒന്ന് അതിലേ വരും. കുഞ്ഞുങ്ങളും രണ്ടുപേര്. മോർണിംഗ് കൂട്ടുകാരെ. നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ ദിവസം ഇപ്പോൾ നമ്മൾ മുത്തമ്പ ക്ഷേത്രത്തിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. സമയം 7:30. അടുത്ത് എങ്ങോട്ടാണ് പോണേ? അടുത്ത ക്ഷേത്രത്തിൻ്റെ ആദ്യം പോകാനായിട്ട് എവിടെ പോകുന്നില്ല? തിച്ചമ്പലത്തോട്ട് പോവുകയാണ്. നമ്മൾ ആട്ടം എടുത്തിട്ടുണ്ട്. 3 ക്ഷേത്രമുണ്ട്. തിച്ചമ്പലം, പിന്നെ വേറെ പറഞ്ഞാൽ ആസികി. അപ്പോൾ ഇങ്ങനെ ആട്ടം എടുത്തിട്ടുണ്ട്. 3 ക്ഷേത്രത്തിൽ പോകാൻ നമുക്ക് 650 രൂപ ചാർജ് ചേട്ടൻ ഈടാക്കുക. നമ്മൾ തൃച്ചമ്പലത്തിൽ എത്തിക്കുകയാണ് ആദ്യമായിട്ട്. കൊള്ളാലോ ഇവിടുത്തെ പടിയൊക്കെ അല്ലേ? നമുക്ക് കാലും കിടക്കില്ല. അത് പാദപൂജ ആയിരിക്കണം അപ്പോൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയില്ല അല്ലേ വാസു? അപ്പോൾ ഇതാണ് തൃച്ചമ്പലം ക്ഷേത്രം. അവിടെ അത് കൊള്ളാലോടോ വാസു. അയ്യവാ, കല്യാണം നടക്കുന്നുണ്ട് ഇവിടെ. അച്ഛൻ കയറിട്ടോ. അച്ഛൻ കയറി. ആഘോഷ കമ്മിറ്റി ഓഫീസ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. ഇവിടെ ഒരുപാട് കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങും കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണനാണ്ട് ഗോപികമാർ ഒരുപാട് ഉണ്ടല്ലോ ഇവിടെ. കള്ളകൃഷ്ണൻ അസേ. ഇത് പഴയ ഊട്ടുപുരയായിരുന്നു. വെട്ടുകല്ല് ഉപയോഗിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടല്ലോ കണ്ണൂർ വെട്ടുകല്ല് വീടൊക്കെ വയ്ക്കാനായിട്ട്. മൊത്തം അത് തന്നെയാണ്. ക്ഷേത്ര കോവിൽ കുളത്തിന് ചുറ്റിലിരിക്കുകയാണ്. ദുർഗാ ഭഗവതി ക്ഷേത്രമാണ്. അകത്ത് കയറാം. ശ്രീകൃഷ്ണനെ കണ്ട ക്ഷേത്രത്തിന് എങ്ങനെയുണ്ട്? കൈവച്ചു മെഴുകിയെടുത്ത തന്നെ. കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലാണ് അടുത്ത് എത്തിയിരിക്കുന്നത്. അസു അടിപൊളി ക്ഷേത്രം കേട്ടോ. ആകെയാണ് സെറ്റ്.
നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ. നല്ല നിങ്ങൾ വാടേ അടിപൊളി വേണ്ട വെട്ടുകല്ലൊക്കെ വെച്ച് നല്ല അടിപൊളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാ സോ സെറ്റിന് തൊട്ടപ്പുറത്ത് വീടൊക്കെ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് അതിന് മുകളിലേക്കാണ് സോ മുകളിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്നു അല്ലാണ്. ക്ഷേത്രച്ചിറ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലേ. കിടാവിളൊക്കെ ഉണ്ടോ ഉണ്ടേ. കണ്ണൂർ വെട്ടുകല്ല് എന്താ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നുന്നു. കെട്ടിടം വന്ന് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് മൊത്തം. കാണുന്നുണ്ടോ വാസു? ഈ നീ കണ്ണൂർ വന്നിട്ട് പ്ലെയിൻ കണ്ടിൽ നിന്ന് വേണ്ട പോണ ഒരു പ്ലെയിൻ കണ്ട വാസു? അങ്ങനെ കണ്ണൂരിൽ നിന്നും ഒരു ഫ്ലൈറ്റ് പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല. ദുബായിലേക്കായിരിക്കാം പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുകയാണ്. വാസുവാ കിണറല്ല, സാധാ കിണറല്ല. കൊള്ളാം. ആഴ്ചയുണ്ട് കേട്ടോ. അതും വെട്ടുകല്ല് വെച്ചുണ്ടാക്കിയ നിർമ്മിതി. ഇരിക്കാം, വിശ്രമിക്കാം. ക്ഷേത്രച്ചിറ, അതായത് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ്. പുതിയ വെട്ടുകല്ല് പാവിയിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെ ചെന്നിട്ട് റോഡായി. റോഡ് കഴിഞ്ഞ ശേഷം കുളം നമുക്കവിടെ കാണാം. അവിടെ മേലെ പോയിട്ടില്ല. പടികൾ വരെ വെട്ടുകല്ലാണ്. 3 പടമുണ്ട് കേട്ടോ. ഒന്ന് മേൽശാന്തി, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്. അങ്ങനെ സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ. വർക്കല ഉണ്ട്, പക്ഷേ അവിടെ ആരെയും ഇറക്കൂല, അടച്ചിട്ടൊക്കെയാണ്. നമ്മൾ ഓപ്പണായിട്ട് എല്ലാവരും കുളിക്കണം. നമ്മൾ പണ്ട് സിനിമയിലെ കാണുന്ന ടൈപ്പ് സെറ്റപ്പല്ലേ. അയ്യോ, ഉറക്കൊക്കെ കഴിഞ്ഞാ? സെൽഫി? നോ സെൽഫി. വാ. കുളം വരുന്ന മാസം നോക്ക്. പടവളൊക്കെ കൊള്ളാം. വെള്ളത്തിൽ ചെന്ന് വീഴണ്ട. ഓ, മൊത്തം പൊളിഞ്ഞിടാക്കുന്നു. വെള്ളമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രം കിഴക്കേ നടയിൽ നമ്മൾ വാഹനം ചെന്ന് ഇപ്പോൾ തന്നെ നിൽക്കുന്നതാണ്. നല്ല തിരക്കുണ്ടെന്ന് വേണം ഇവിടെ. ഇതും പഴയകാല നിർമ്മിതിയാണ് മതിലൊക്കെ. രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ശുഭചിത്രം പറഞ്ഞ ജ്യോതി. നോ പാർക്കിംഗ്. ഭയങ്കര വ്യൂ ആണ്. ചെരുപ്പിടാം. വാച്ചുക്കേ മക്കൾ ഉണക്കം ഒണിച്ചാ. അപ്പോൾ അമ്മ എടുത്തില്ലേ. കുളം മൊത്തം പൊളിഞ്ഞ് നടക്കുന്നുണ്ട്. വർക്ക് കിടക്കുന്നുണ്ട്. മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അവർ. പടവുകളെ കൊണ്ട്
ഓം നമഃ ശിവായ. രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പം ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രമാണ് കേട്ടോ ജ്യോതി. ഈ കാണുന്നതൊക്കെ തടി വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അകത്ത് ഗ്യാപ്പിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് കാണാം. ഞാൻ ഒളിച്ചെടുക്കുന്നില്ല, വെറുതെ അടി കൊടുക്കണ്ടല്ലോ അല്ലേ. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റില്ല. പകൽ സമയം മാത്രം. വൈകുന്നേരം 7 മണിക്ക് ശേഷം കയറാൻ കുറച്ച് സമയം മാത്രമേ സ്ത്രീകൾക്ക് കയറാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പഴക്കമുണ്ടെന്ന് തോന്നുന്നു. സീ കണ്ട മക്കളെ, എൻ്റെ മോള് കാണുന്നുണ്ട് അതൊക്കെ. അല്ലേ, പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് കാണാം അങ്ങോട്ടൊക്കെ. മതിലുണ്ട്, വലിയ വൻമതിലുണ്ട്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കണ്ടില്ല, പാറക്കല്ല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മൊത്തം വെട്ടുകല്ല. പടിഞ്ഞാറേ അതിൽ അത് അടഞ്ഞിടക്കുകയാണ്, പൊളിഞ്ച് ഒരു വരുവായിരിക്കുന്നത്. കാളിയമ്മ, അഗസ്ത്യ മഹർഷി, വിശ്വാമിത്ര മഹർഷി മനസ്സ് വിചാരിച്ച് തൊഴണം. അന്തരീക്ഷമാണ് വളരെ നിശബ്ദമായ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. കുരുവികളും കുയിലുകളൊക്കെ ആയിരുന്നു ശബ്ദം കേൾക്കാം. യക്ഷി, വാസു യക്ഷിയെ കാണാം. ക്ഷേത്രത്തിൽ കയറിയോ? അകത്ത് ക്ഷേത്രത്തിൽ കയറിയോ? വാ. ഗംഗാദേവി ഇതിനകത്താണ്. ഗംഗാദേവി തീർത്ഥകോളം പ്രവേശിക്കാൻ പറ്റില്ല അമ്മ. നമുക്ക് ഇനി കാണാൻ പറ്റത്തില്ല ഇവിടെ നിന്ന്. ഇതൊക്കെ നോക്ക്. ഇനി എന്തെങ്കിലുമൊക്കെയാണ് വരണത് അല്ലേ. നമ്മളിനി എന്ന് വരാം ഇവിടെ കാണാൻ. അടച്ചിട്ടേക്ക് അകത്ത് കയറാൻ പറ്റില്ല. കൊള്ളാം, ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. ഇങ്ങനൊരു കാഴ്ച സന്തോഷകരമായിട്ടുണ്ട് മനസ്സിന്. ഇനി പോവാം. ഫോട്ടോഗ്രാഫർ ബസ് കണ്ട. ബസ് ആലോചിക്കാണ്. അതിൻ്റെ വണ്ണം കണ്ട. അത് അവിടെ ഒന്ന് കറണ്ട് പോകുമ്പോൾ പോവാം. പാലയാണ്, പാല. ഇന്നാ വണ്ണമല്ലേ, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അതവിടെ വലിയ കിണർ നശിച്ച് കിടക്കുന്നുണ്ടേ, കാടും പിടിച്ച് കിടക്കുന്നു. പോവാം. ഇത് കണ്ടപ്പോഴേ നമ്മൾ മറ്റേ രാജസ്ഥാനിൽ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കോട്ട, അതുപോലെ ഒന്ന് അങ്ങ് ഇറങ്ങി ഫീൽ ചെയ്ത്. വേറെ ഗുജറാത്തില്ല അങ്ങനെ എന്താ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കൊട്ടാരങ്ങളെ മോഡല്. വീഡിയോ ഓപ്പണാക്കി നോക്കിയാലല്ലേ കാണുള്ളൂ. പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും സ്ഥാനമാനങ്ങളും അധികാര ചിഹ്നങ്ങൾ നൽകി ആദരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ച് നൽകുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റവും ഇഷ്ടമായി കണക്കാക്കുന്നു. ഉദ്ദണ്ഡ ശാസ്ത്രജ്ഞകൾ തുടങ്ങിയ പണ്ഡിതന്മാരെ ആദരിക്കുന്നു. ഇന്ന് ഇക്കാര്യം തുറന്നു വരുന്നു. ചിരഞ്ജീവിയായ ശ്രീ പരശുരാമന്റെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടെന്ന് വിശ്വാസം. ഇപ്പോൾ നമ്മളെ 3 നമ്പർ ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ കണ്ണൂർ സ്നേക്ക് പാർക്കിലേക്ക് പോകുന്നു. പറശ്ശിനിക്കടവ് പോകുന്ന വഴിക്കാണ്. Hello,